എക്സ്പ്രസ് ചെയ്യാത്തൊരു ഇപ്പൊ ഇവള് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തൊരു ആളാണ്. പക്ഷെ ദേഷ്യം നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. മുഖത്ത് അവൾക്ക് പ്രകടനം ഒരു കാര്യമെങ്കിലും എക്സ്പ്രസ് ചെയ്യണം. അതൊക്കെ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞ ഇപ്പൊ സ്നേഹം അവൾക്ക് എക്സ്പ്രസ് ചെയ്യാത്തൊരാളാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സ്നേഹം എന്നൊരു വികാരത്തെ അല്ല നമ്മുടെ ഉള്ളിലെ ഒതുക്കിയിരിക്കുന്നത്. മറ്റുള്ളവർ അറിയണം ആ വികാരം, എന്നാലേ കാര്യമുള്ളൂ. പക്ഷെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോ അത് ഭയങ്കര അറിയിക്കണം എന്ന് പറഞ്ഞുള്ളതല്ല, എന്നോട് തീരെ താല്പര്യമില്ല. ഉള്ളിൽ വെച്ചിരുന്ന അധികം കാര്യങ്ങൾ അത് ഉള്ളിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് വെക്കുന്നല്ല. ചില കാര്യങ്ങളാവുമ്പോ നമുക്ക് തന്നെ തോന്നും ഇതെന്തിനാ പറയണ, അപ്പൊ ഞാൻ അത് അകത്ത് വെക്കും. പിന്നെ അവിടെ എന്താണ് ഗുരുവിനോട് പറയുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ മറ്റേ ക്യാപ്റ്റൻസിയുമായൊക്കെ ബന്ധപ്പെട്ട് എനിക്കറിയില്ല, ഞാൻ ദൈവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കിട്ടുന്ന മാനസികമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ടീമിൽ ഞാൻ പോകാഞ്ഞത്. ഞാൻ എണീച്ചതാണ്, കാരണം ഞാൻ എൻ്റെ ടീമിൽ കോൺഫിഡൻസ് വെച്ചിട്ടാണ് എന്തെങ്കിലും ഈ പറഞ്ഞു കൊടുത്ത് പുറത്തു വരുന്നത് എന്തിനാണ് ആവശ്യമുള്ളത്? നമുക്ക് പുറത്തു വരുന്നൊരു പലതും മൃഗം പറയും. ഇതിനകത്തുള്ള സംഭവങ്ങൾ പുറത്തോട്ട് പറയാതിരിക്കണം. അവര് ചിലപ്പോൾ വന്ന് പറയുന്നത് സത്യങ്ങളും തമ്മിലടിപ്പിക്കാനുള്ള കാര്യമൊക്കെ പറയുന്നത് നമുക്കതൊന്നും അറിയത്തില്ല. ചിരിച്ചാണ്. അത് മനസ്സിലാക്കിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാക്കിപ്പിക്കണം, ഓക്കെ. പക്ഷെ മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ചെയ്യുമ്പോ അത് വേറെ പോലെയാവും. താക്കോൽ എവിടെ ഇരിക്കുന്ന സത്യം പറഞ്ഞു എനിക്കറിയില്ല. താക്കോലെങ്കിലും എവിടെ ഇരിക്കുന്നത് പറ. എനിക്കറിയില്ല. അതാണ് കുഴപ്പം. ഗോ വിത്ത് ദ ഫ്ലോ. വളരെ നന്നായിരുന്നു നീ ചെയ്തത്. അല്ല എനിക്ക് അറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ തിയേറ്റർ ആർട്ടിസ്റ്റ്, അപ്പൊ നമ്മള് ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ കുറച്ചും എക്സ്പ്രസീവ് ആയിരിക്കും ഭയങ്കര. അപ്പൊ അത് കുറച്ചിട്ടൊരു നാച്ചുറൽ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. വന്നോന്ന് എനിക്ക് അറിയില്ല, ഞാൻ ശ്രമിച്ചു. അതല്ല നാദ്ര, ഒരു സ്റ്റേജിലാകുമ്പോൾ സ്റ്റേജിന്റെ ഏറ്റവും അങ്ങേറ്റം ഇരിക്കുന്നവരെ കേൾക്കുന്ന രീതി അല്ല, കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും എക്സ്പ്രസീവ് ആണ്, എക്സ്പ്രസ് ചെയ്യുന്നതും ഒരു സ്റ്റേജിലാകുമ്പോൾ അങ്ങനെയാണ്. അത് ആ സ്റ്റേജിൽ മനസ്സിലായി. നമ്മൾ നേരെ മറിച്ച് ഒരു സിനിമയുടെ ഷൂട്ടോ അങ്ങനെയുള്ള സാധനം നമ്മൾക്ക് ഓരോ സിറ്റുവേഷനനുസരിച്ച് വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. അപ്പൊ ഞാൻ നാച്ചുറൽ ആക്കി ചെയ്യണം എന്ന് എനിക്കൊരു മനസ്സിലുണ്ട്. അപ്പൊ ഞാനത് ശ്രമിച്ചു. നടന്നോ? ഞാൻ സിൻസിയർ ആയിട്ട് പറയാം, ഞാൻ നിനക്കൊരു 10 എക്സ്പെക്ട് ചെയ്തു എന്ന് വെച്ചാൽ ചെയ്തോളൂ. 10 പക്ഷെ എനിക്ക് ടു ബി വെരി ഓണസ്റ്റ് ഞാൻ ഭയങ്കര പ്രതീക്ഷ നീ കൊണ്ടുപോകുന്നു വിചാരിച്ചു. കപ്പ് ഞാൻ കൊണ്ടുപോയപ്പോലെ അത് ഞാൻ തരില്ല, വേറെ എന്തെങ്കിലും കപ്പ് വേണമെങ്കിൽ. നിനക്കത് മനസ്സിലായോ? നീ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം. പക്ഷെ പിന്നെ അത് ആ ഒരു വൈബ് അങ്ങനെ ഇതായിപ്പോയി. പിന്നെ നല്ല വൈബ്. പിന്നെ ഞാൻ നല്ല ഉറപ്പായിരുന്നു. എന്താ നിങ്ങൾ ലേറ്റ് ആയി? ഇന്നലെയും അറിയില്ലേ അതിന് ലേറ്റ് ആയോ? ഇല്ല, പോയി കിടന്നു. ഞാൻ ഉറങ്ങായിട്ട് നീ ഉറങ്ങി ഒരു 10-15 മിനിറ്റില് സംസാരിക്കണ്ടായിരുന്നു. അത് ആക്ച്വലി ഫസ്റ്റ് നല്ല ഇല്ല, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കേണ്ടി വരും. എനിക്കത് കേട്ടേണ്ട കാര്യമില്ല. എന്താ പറ്റിയേ? എനിക്കില്ലേ, ഞാൻ സംസാരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പലരും അവിടെ നിന്നും ഇവിടെ നിന്നും പറയുമ്പോൾ അയ്യോ ഇത് ഞാൻ പറയാൻ നല്ലതാണല്ലോ എന്നൊന്നും
5 കഴിയുന്നു. റെഡി? അറിയില്ല, ഞാൻ ഇപ്പൊ തുടങ്ങും. ഞാൻ പറഞ്ഞു വെള്ളം നിറച്ചെടുക്കണ്ട, എപ്പോഴാ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. വെള്ളം നിറച്ചെടുത്ത് സേഫായിട്ട് അറിയാൻ നിങ്ങളുടെ മറ്റേ ഇവിടുത്തെ സംസാരിക്കും നിങ്ങൾ മത്സരത്തിൽ പ്രധാനം, വളരെ പ്രധാനം. ഹിന്ദി പറഞ്ഞല്ല, ഈ ഡയറക്ടറെ ഇത് കുഴപ്പമില്ലായിരുന്നില്ല. സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിൽ അത് ഓക്കെയാണ്, സിനിമയിൽ അത് വർക്കല്ല. സിനിമയ്ക്കല്ലല്ലോ നമ്മൾ ചെയ്ത സ്റ്റേജിൽ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ക്ലോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമിനെയും വേണ്ടിയിട്ട് ആക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ കറക്റ്റാ. അല്ല, നമ്മൾ മീറ്റർ കയറി മേളിൽ പോയി, വോയിസിന്റെ മീറ്റർ മേളിൽ പോയി. ഞാൻ മൈക്കുണ്ടായോണ്ട് പതുക്കെ പിടിച്ചാൽ മതി. അല്ല, ഞാൻ ഈ ഒരു സാധനത്തിനെ ബേസ് ചെയ്തിട്ടൊരു സാധനം അല്ലേ അത് അല്ല. ഇതിൽ ഫിലിമിൽ ഓക്കെ, ഇതിപ്പോ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിൽ രസമുള്ള. അല്ല, ഞാൻ പഴയ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, ഞാൻ പറഞ്ഞത് തിയേറ്റർ പെർഫോമൻസിൽ സംഭവം നല്ല സിനിമ സ്ഥലത്ത് ഓക്കെ. അത് ആ ഫ്രെയിം ഈ ഒരു വേദിയുടെ ചെറുപയറ് ഉപ്പേരിയല്ലേ ഉണ്ടാക്കണ? ചെറുപയറ് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് 3 പാക്കറ്റ്. അത് വെച്ച് പരിപ്പ് കറിയാണോ ഉണ്ടാക്കുന്നത്? അയ്യോ, അത് വെച്ചിട്ട് എന്റെ അമ്മ എങ്ങനെയോ ഉപ്പേരി ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചു ചോറ്, പരിപ്പ് കറി. അതിന് ചെറുപയറ് വേണം. ചെറുപയറ് പൊടിച്ചത് പരിപ്പ് അത് കുഴഞ്ഞു പോവും. ചെറുപയറാണെങ്കിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതിലാണ് പരിപ്പ് കറി ഉണ്ടാക്കണേ? അതിലുണ്ടാക്കാൻ വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ അതിന്റെ തൊലി കളഞ്ഞതാണ് മറ്റേ മഞ്ഞ. ചെറുപയറ്റും പരിപ്പിന്റെ തൊലി കളഞ്ഞതാണ് മറ്റേ മഞ്ഞ ചെറുത്. പച്ചയോട് ആ തൊലിയോട് കൂടെ ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കാം പരിപ്പ് കറി. മറ്റേ പയറിട്ടില്ലേ, പച്ചപ്പയറ്, അതെടുത്ത് അത് ബാക്കി. പയർ ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ബീൻസ് ഓക്കെ. ബീൻസ് ക്യാബേജ് എന്തോ ഇല്ലേ? ബീൻസും മാത്രം മതി. ക്യാബേജ് തീർന്നു, കഴിഞ്ഞു. ബീൻസ് ബീൻസ് നല്ല പയറിന്റെ ക്വാണ്ടിറ്റി എടുത്ത് അത്ര തന്നെ എടുക്കും. ഓക്കെ. പിന്നെ എന്തൊക്കെ അരിഞ്ഞു വെക്കണ്ടേ? ബീൻസ് തോരൻ വെക്കണം. മെഴുക്കുവരട്ടണോ? മെഴുക്കുവരട്ട എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇന്നലെ അച്ചിങ്ങ മെഴുക്കുവരട്ടിയത്? മറ്റേതെന്തായാലും ലൂസ് കറിയല്ലേ, ഇച്ചിരി ഡ്രൈ പോലത്തെ കൊടുക്കാം. എന്തായാലും ലൂസ് കറിയല്ലേ, കുറച്ച് ഡ്രൈ പോലെ എന്തെങ്കിലും കൊടുക്കാം. അതിപ്പോ തോരൻ എങ്കിൽ തോരനാണെങ്കിൽ ചെറുതായിട്ട് അരി. പണ്ട് അരിയില്ലായിരുന്നു, ചെറുതായിട്ട് അരിയാം. തേങ്ങ ഫ്രിഡ്ജിൽ തേങ്ങ ഇത് ചെയ്ത് നോക്ക്. ഫ്രിഡ്ജിലുള്ള തേങ്ങ പോരെ? ചെറുതായിട്ട് അരിയുന്നത് ബ്ലേഡ് കട്ടിംഗ് ആണ്, ഞാൻ കണ്ടു. അല്ലാത്ത തോരൻ അങ്ങനെ ചെറുതായിട്ട് ബ്ലേഡ് കട്ടിംഗ് ആണ് അല്ലേ? സവാളയല്ലേ ബ്ലേഡ് കട്ടിങ്? അതിനെക്കാട്ടും ഞാൻ സവാളയൊക്കെ അങ്ങനെ ചെയ്യണ നല്ലത്. നീ ഇത് ബ്ലേഡ് കട്ട് ചെയ്യരുത്, സവാളയാണ്. ബീൻസ് നീ ആ തോരൻ അരിഞ്ഞില്ലേ പണ്ട് നമ്മൾ അതാണ് കരി. ഓക്കെ. അതിനെന്തൊക്കെ വേണം? ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വേണം. വെളുത്തുള്ളി സവാള മാത്രം മതി, 3 സവാള. പക്ഷെ പരിപ്പ് കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി, പരിപ്പ് കറിക്ക് വേണം ഇഞ്ചി വെളുത്തുള്ളി വേണം. ഞാൻ ഒരുവിധം സാധനങ്ങൾ എടുക്കാം, നിങ്ങൾ വേണ്ടതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. അത് സിമ്പിൾ. പ്രവചനാതീതമാണ് അത്, ഞങ്ങൾക്ക് അത് മതി. പ്രവചനാതീതമാണ്, പ്രവചനാതീതമാണ്. നിനക്ക് ജയിൽ ഉറപ്പടാ ഇപ്രാവശ്യം. എന്റെ ജുനൈസ്, നീ എന്നോട് പറയണ്ടേ അത്?
2 മിനിറ്റ് മുമ്പ്. അപ്പൊ പിന്നെ നിനക്ക് ബിഗ് ബോസിന് ചുമ്മാ ഉള്ളില് ദൃഷ്ടി വന്നോ? എനിക്ക് മനസ്സിലാവാത്ത. നിനക്കൊന്നും മനസ്സിലാവൂല. ഉറങ്ങിയിട്ടില്ല ഞാൻ. ബിഗ് ബോസ് എന്റെ അടുത്തൊരു വാക്ക് പറയണത് നിനക്ക് സുഖമില്ലേ? അതോ കഴിച്ചെന്റെ ക്ഷീണോ? അതോ ആ സാധനം ഒന്ന് തുടച്ചെടുക്കും ആദ്യം. അവിടെ എല്ലാം വെള്ളമായത് കണ്ട ഇപ്പൊ വേണ്ട. ഇപ്പൊ തൽക്കാലം ഇവിടെ ചേട്ടനൊന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ പോകണ്ട. ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയാ ഞാൻ പണി കൊടുത്തത്. ബുദ്ധിയാണ് അവളെ മുടിയുടെ ഉള്ളിൽ വെച്ചിരിക്കണ ബുദ്ധി ഉണ്ടാണ്.